ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഋഷ്വികാസ് കിച്ചൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ്. അപ്പോൾ രാവിലെ എണീറ്റതും ഫസ്റ്റ് അടുക്കളയിലേക്ക് വരുന്നതേ മാവിന് അരച്ച് വെച്ചത് പൊന്തിയിട്ടുണ്ടോ എന്താണെന്ന് നോക്കാനാണ് കേട്ടോ. സാധാരണ എപ്പോഴും ഇത്ര പൊന്താറില്ല, പക്ഷെ ഇന്ന് എന്താ നല്ലോണം പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി സൂപ്പറായിരിക്കും എന്നുള്ളൊരു വിശ്വാസം വന്നു കേട്ടോ. അപ്പോൾ രാവിലെ എന്തായാലും എണീക്കാൻ കുറച്ച് വൈകി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ചോദിച്ചപ്പോൾ അവർ സ്കൂളിലേക്ക് ഇഡ്ഡലിയും തക്കാളി ചട്നി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തക്കാളി ചട്നിയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്നാൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലിയും തക്കാളി ചട്നി ഉണ്ടാക്കാനുള്ള റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ചെറിയുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് അധികം പണിയില്ലല്ലോ, വേഗം ആവുമല്ലോ. അപ്പോൾ വേഗം തക്കാളി ചട്നിക്കുള്ളതൊക്കെ റെഡിയാക്കി ഇഡ്ഡലി ഒരാവി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ചിലപ്പോൾ ചട്നി കഴിക്കും, ഒരാൾ കഴിക്കും ഒരാൾ കഴിക്കില്ല. അപ്പോൾ ശരി ചട്നി വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ ചട്നി ഉണ്ടാക്കിയ സ്കൂളിലേക്ക് ഉച്ചക്കലേക്ക് ചിലപ്പോൾ ചീത്തയായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ ഇടാണ്ട് യൂട്യൂബ് നോക്കിയിട്ട് തന്നെ ഒരു പൊട്ടിക്കടല ചട്നി ഉണ്ടാക്കി തേങ്ങ ഇടാണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് വെറൈറ്റി ആയി തോന്നണമെന്നൊക്കെ ഉണ്ടാക്കി നോക്കും കേട്ടോ. ചിലതൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, ചിലതൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ചട്നി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഗ്യാപ്പ് കൊണ്ട് തന്നെ ചൂടുവെള്ളമൊക്കെ ചൂടാക്കി വെച്ചു. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചൂടുവെള്ളം കൊടുത്തു വിടണമല്ലോ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് മാക്സിമം ചൂടുവെള്ളം തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് കൊടുക്കുക. അപ്പോൾ പിന്നെ ഞാൻ ചൂടുവെള്ളമൊക്കെ ചൂടാക്കി ഇതൊക്കെ ബോക്ടലിലൊക്കെ ആക്കി വെച്ചു. പിന്നെ ലഞ്ചിനും ഇഡ്ഡലി തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ അതുമെല്ലാം ആക്കി വെച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.